സ്റ്റോറി മലയാളം. കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി മലയാളത്തിലേക്ക് സ്വാഗതം. ഉറുമ്പും പുൽച്ചാടിയും. ഒരിടത്തൊരിടത്ത് ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഈ പൂന്തോട്ടത്തിൽ 2 സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു. അവർ ആരെല്ലാമെന്നോ? ഒരു ഉറുമ്പും ഒരു പുൽച്ചാടിയും. അവർ ഒരുമിച്ച് കളിച്ചുല്ലസിച്ച് ആ പൂന്തോട്ടത്തിൽ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ വേനൽക്കാലം വന്നെത്തി. ഉറുമ്പ് കഠിനാധ്വാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ വേനൽക്കാലമായപ്പോഴേക്കും ഉറുമ്പ് തന്റെ വീട് ശരിയാക്കാനും ധാന്യമണികൾ ശേഖരിക്കാനും തുടങ്ങി. എന്നാൽ പുൽച്ചാടി അലസനും മടിയനുമായിരുന്നു. അവൻ അപ്പോഴും തന്റെ വീട് ശരിയാക്കുകയോ ആഹാരം ശേഖരിക്കുകയോ ചെയ്തില്ല. മറിച്ച് ദിവസേനയുള്ള ആഹാരം മാത്രം കണ്ടെത്തുകയും ബാക്കി സമയം മുഴുവൻ പാട്ടുപാടി നടന്നും ഉറങ്ങിയും തീർത്തു. ഇത് കണ്ട ഉറുമ്പ് തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തെ, നീ ഇങ്ങനെ പാട്ടും പാടി നടന്നാൽ വർഷകാലം വരുമ്പോൾ എന്തു ചെയ്യും? വർഷകാലത്തേക്ക് വേണ്ടിയും എന്തെങ്കിലും കരുതി വെക്കൂ. എന്നാൽ പുൽച്ചാടി തന്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ട ഭാവം പോലും നടിച്ചില്ല. അവൻ പഴയതുപോലെ കളിച്ചുല്ലസിച്ചു നടന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലവും വന്നെത്തി. ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമായി. ഉറുമ്പ് ഈ സമയം താൻ ശേഖരിച്ചു വെച്ച ധാന്യമണികളും കഴിച്ച് തന്റെ വീട്ടിൽ സുഖമായി ഇരുന്നു. എന്നാൽ വേനൽ സമയത്ത് വേണ്ട വിധം വീടിനെ പരിപാലിക്കാത്തതിനാൽ കാറ്റിലും മഴയിലും പെട്ട് പുൽച്ചാടിയുടെ വീട് ഒലിച്ചുപോയി. മാത്രമല്ല, കനത്ത മഴയിൽ പുറത്തിറങ്ങി ആഹാരം തേടാനും കഴിയുമായിരുന്നില്ല. അതോടെ അവൻ മഴ നനഞ്ഞും വിശന്നും അവശനായി. ഈ സമയത്ത് പുൽച്ചാടി ഉറുമ്പ് പറഞ്ഞത് ചിന്തിച്ചു. അന്ന് തന്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ തനിക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല, അവൻ സ്വയം പറഞ്ഞു. ഒടുവിൽ പുൽച്ചാടി മറ്റൊരു വഴിയുമില്ലാതെ തന്റെ സുഹൃത്തിനോട് തന്നെ അഭയം ചോദിക്കാൻ തീരുമാനിച്ചു. അവൻ ഉറുമ്പിന്റെ വീട്ടിലേക്ക് പോയി. ഉറുമ്പിനെ കണ്ടതും പുൽച്ചാടി ചോദിച്ചു, സുഹൃത്തെ, എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. മഴ നനയാതെ ഒന്നിരിക്കാൻ വീടുമില്ല. എന്നെ സഹായിക്കാമോ? പുൽച്ചാടിയുടെ അവസ്ഥ കണ്ട് വിഷമം തോന്നിയ ഉറുമ്പ് അവനെ മഴക്കാലം തീരുന്നതുവരെ തന്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചു. കൂടാതെ ഉറുമ്പ് ശേഖരിച്ചു വച്ചിരുന്ന ധാന്യമണികളിൽ നിന്നും പുൽച്ചാടിക്ക് കഴിക്കാൻ ആവശ്യമായത് നൽകുകയും ചെയ്തു. മഴ നനഞ്ഞും വിശന്നും മരിക്കുമായിരുന്ന തന്നെ സഹായിച്ച ഉറുമ്പിനോട് പുൽച്ചാടി ഇപ്രകാരം പറഞ്ഞു, സുഹൃത്തെ, എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. ഞാൻ ഇനി ഒരിക്കലും പഴയതുപോലെ മടിയനായി ഇരിക്കുകയില്ല എന്ന് നിനക്ക് വാക്ക് തരുന്നു. മഴക്കാലം കഴിഞ്ഞതും പുൽച്ചാടി ഉറുമ്പിനോടൊപ്പം ആഹാരം ശേഖരിക്കാനും വീട് പണിയാനും തുടങ്ങി. ബാക്കി സമയം മാത്രം അവൻ മറ്റു കാര്യങ്ങൾക്കായി വിനിയോഗിച്ചു. ഉറുമ്പും പുൽച്ചാടിയും എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? നമ്മൾ സമയം പാഴാക്കുകയും മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്യുന്നതിന് പകരം കഠിനാധ്വാനം ചെയ്യുകയും ഭാവിയിലേക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ കഥകൾ വായിക്കുന്നതിനായി storyMalayalam.com സന്ദർശിക്കൂ.